മാർക്സ് ഡസ് നോട്ട് ഡിസൈൻ ഡെസ്റ്റിനി ബട്ട് സ്ട്രാറ്റജി ഡസ്. അതായത് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ പറയാൻ പോകുന്നത് നമ്മുടെ 80-20 റൂളിനെ പറ്റിയിട്ടാണ്. അതായത് 80-20 ആയിട്ടാണ് ഞാൻ നമ്മുടെ കുട്ടികളുടെ ഭാവി അല്ലെ അതിനെ പറ്റിയിട്ട് ഞാൻ എൻ്റെ ഒരു നമ്മുടെ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇത്ര വർഷത്തുള്ള ഈ എഡ്യൂക്കേഷൻ മേഖലയിലുള്ള എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ ജീവിതത്തിലുള്ള എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പം വരുന്ന സാഹചര്യത്തിൽ മാർക്കല്ല ഒരാളുടെ ഡെസ്റ്റിനി ഡിസൈൻ ചെയ്യുന്നത്, ബട്ട് സ്ട്രാറ്റജിയാണ്. ബിക്കോസ് ടോട്ടൽ നമ്മൾ കുട്ടികൾ അല്ലെങ്കിൽ നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നോട്ട് ഓൺലി ഇത് +1+2കാർക്ക് വേണ്ടിയിട്ടല്ല. ബിക്കോസ് എന്തുകൊണ്ട് അത് ഫോക്കസ് ചെയ്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയക്കുറവുള്ളത് അവരുടെ ഫ്രണ്ടിലാണ്. ബിക്കോസ് ഇപ്പോൾ +2 പഠിക്കുന്ന ഒരു കുട്ടി എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇത് വർക്കൗട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് ഈ സ്ട്രാറ്റജി. അതർവൈസ് ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് മുതൽ ഇത് പേരൻസ്, നിങ്ങൾ കാണുന്ന പേരൻസ് ഇത് ഈ സ്ട്രാറ്റജിയെക്കുറിച്ച് വ്യക്തമായിട്ട് ചിന്തിച്ച് നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ 100% സക്സസ് ആവും. ബിക്കോസ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം പണ്ടത്തെ കൂട്ട് 5, 6 അല്ലല്ലോ, 1, 2 ഒക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ അത് ഡെഫിനറ്റ്ലി നമ്മൾ അവരെ സക്സസ് ആക്കി എടുക്കുക എന്നുള്ളതാണ്. എല്ലാവരും അതിന് വേണ്ടിയിട്ടാണ് കഠിന പ്രയത്നം ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഒരു ഇതിൽ വെച്ചിട്ട് മാർക്കല്ല ഡിസൈൻ ചെയ്യുന്നത്, സ്ട്രാറ്റജിയാണ്. ബിക്കോസ് നമ്മൾ കുട്ടികളെ കാറ്റഗറൈസ് ചെയ്യുന്നത് 80-20 ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. ബിക്കോസ് 80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 80% മാർക്ക് സ്കോർ ചെയ്യുന്ന കുട്ടികൾ, അതിപ്പോൾ 5ാം ക്ലാസ് ആയിക്കോട്ടെ, 6ാം ക്ലാസ് ആയിക്കോട്ടെ, +1+2 ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം +1+2 പഠിക്കുന്ന കുട്ടികൾ അവർക്ക് ഫൈനൽ ഇയർ കഴിയുമ്പോഴത്തേക്കിന് 0 to 80 എത്ര ശതമാനം മാർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും? ഇപ്പോൾ അവർക്ക് ഒരു 60% കാണത്തുള്ളൂ, പക്ഷേ അവർക്കൊരു 80% അച്ചീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ 80 കാറ്റഗറിയിലാണ്. അതേ സ്ഥാനത്ത് ബാക്കിയുള്ളത് 81 to 100 ആണ്. 81 to 100 എന്ന് പറയുമ്പോഴത്തേക്കിന് അതാണ് 20 കാറ്റഗറി. അതിനെയാണ് നമ്മൾ 80-20 കാറ്റഗറി. നമ്മൾ ഇനി മുമ്പോട്ട് സംസാരിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് സംഭവങ്ങളും നമ്മൾ 80-20 റൂൾസ് എന്ന് പറഞ്ഞ് അതിനെയാണ് ഡിസൈൻ ചെയ്യുന്നത്. ബിക്കോസ് ഈ 2 പേർക്കും വേണ്ടത് ഗൈഡൻസും പ്രോപ്പറായിട്ടുള്ള സ്ട്രാറ്റജിയുമാണ് വേണ്ടത്. ബിക്കോസ് 95 അല്ലെ 98% മാർക്ക് ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് കറക്റ്റായിട്ട് സ്ട്രാറ്റജി യൂസ് ചെയ്തില്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന സക്സസിലേക്ക് എത്താൻ പറ്റത്തില്ല. മാർക്കല്ല ഡിസൈൻ ചെയ്യുന്ന സ്ട്രാറ്റജിയാണ്. ഓക്കെ.